ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡാംഡ് ഫ്രീ വൈബ്രേഷൻ്റെ ഡെറിവേഷനാണ് പറയുന്നത്. സോ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ഡാംഡ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം. ഇത് ഫ്രീ വൈബ്രേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവില്ല. ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ സഹായം അല്ലാതെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ബോഡീനെ നമ്മൾ എന്താ പറയുക, ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. സോ ഡാംഡ് ഫ്രീ വൈബ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവും, ഒരു ഡാമ്പർ ഉണ്ടാവും. ഡാമ്പർ വിത്ത് ഡാമ്പിങ് കോഎഫിഷ്യൻറ്റ് സി, പിന്നെ അതേപോലെ ഒരു സ്പ്രിങ് ഉണ്ടാകും കെ, പിന്നെ ഒരു മാസ് ഉണ്ടാവും എം. സോ അതാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഒരു ഡാമ്പർ ഉണ്ടാവും സി, ഒരു സ്പ്രിങ് ഉണ്ടായിരിക്കും കെ വിത്ത് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെ, അതേപോലെ ഒരു മാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഈ ഫ്രീ വൈബ്രേഷൻ കാരണം അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. ആ അത് കാരണം അതിൽ കറസ്പോണ്ടിങ് ഇവിടുത്തെ ഓരോ എലമെൻറ്റിലും എന്തുണ്ടാകും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ മാസിലൊരു ഫോഴ്സ് ഉണ്ടാവും, അതേപോലെ ഡാമ്പറിലൊരു ഫോഴ്സ് ഉണ്ടാവും, അതേപോലെ സ്പ്രിങ്ങിലൊരു ഫോഴ്സ് ഉണ്ടാവും. ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് കാരണം മാസിലുണ്ടാകുന്ന ഫോഴ്സാണ് എം ഇൻറ്റു എക്സ് ഡോട്ട്. അതേപോലെ ഡാമ്പർ പറഞ്ഞാൽ സി കാരണം ഡാമ്പർ കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, അതാണ് സി ഇൻറ്റു എക്സ് ഡോട്ട്. ഇനി സ്പ്രിങ് കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, അതാണ് കെ ഇൻറ്റു എക്സ്. സോ മാസ് കാരണം എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട്, ഡാമ്പർ കാരണം സി ഇൻറ്റു എക്സ് ഡോട്ടും, സ്പ്രിങ് കാരണം കെ എക്സും ഉണ്ടാവും. സോ അതിങ്ങനെ എഴുതി വയ്ക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സിഗ്മ എച്ച് ഇസ് ഈക്വൾ ടു 0 എടുക്കാം. ലെഫ്റ്റ് സൈഡിലുള്ള സപ്പോർട്ട് ഇസ് ഈക്വൾ ടു റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ് ഇസ് ഈക്വൾ ടു റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് എടുക്കാം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഫോഴ്സ് ഒന്നും ഇല്ലല്ലേ, ഇങ്ങോട്ടൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ 0 ആയിരിക്കും, ഈ ഭാഗം ഫുള്ള് 0 ആയിരിക്കും. ഇവിടേക്ക് എന്തൊക്കെയാണ് വരുന്നത്, എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി ഇൻറ്റു എക്സ് ഡോട്ട് പ്ലസ് കെ എക്സ് ഇസ് ഈക്വൾ ടു 0. ഇനി എന്ത് ചെയ്യുക, ഈ മൊത്തം ഇക്വേഷനെ എം വെച്ച് ഡിവൈഡ് ചെയ്യുക. ഈ മൊത്തം ഇക്വേഷനെ എം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഈ ഒരു ഇക്വേഷനെ എം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താവും, എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി ബൈ എം എക്സ് ഡോട്ട് പ്ലസ് കെ ബൈ എം എക്സ് ഇവിടെ ഈക്വൾ ടു 0. അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇവിടെ നമുക്കറിയാം ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡി സ്ക്വയർ ആയിരിക്കും. ഡി ബൈ ഡി ടിനെ നമ്മൾ എന്താ എടുക്കുക, ഡി ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ എന്തായിരിക്കും, ഡി സ്ക്വയർ ആയിരിക്കും. സോ എക്സ് ഡബിൾ ഡോട്ട് എന്തായിരിക്കും, അപ്പോൾ എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ എന്താണ്, ഡി അല്ലേ, ഡി സ്ക്വയർ അല്ലേ. സോ ഡി സ്ക്വയർ ഇൻറ്റു ബാക്കി ഇവിടെ എന്താ ഉള്ളത്, എക്സ്. സോ ഡി സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് സി ബൈ എം ഇൻറ്റു എക്സ് ഡോട്ട്. എക്സ് ഡോട്ടിൻ്റെ പകരം ഡി എക്സ്, കാരണം എന്താ, എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എക്സ് ബൈ ഡി ടി ആണ് അല്ലേ. അപ്പോൾ ഡി ബൈ ഡി ടിന് ഡി എന്ന് കൊടുത്തു, ബാക്കി എക്സ്. സോ ഡി എക്സ് പ്ലസ് കെ ബൈ എം എക്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഡി സ്ക്വയർ എക്സ് പ്ലസ് സി ബൈ എം ഡി എക്സ് പ്ലസ് കെ ബൈ എം എക്സ് ഇസ് ഈക്വൾ ടു 0. ഇതിലെല്ലാത്തിലും എന്താണ്, ഈ ഒരു ഇക്വേഷനിൽ എല്ലാത്തിലും എക്സ് കോമൺ ആണ്. സോ എക്സിനെ പുറത്തെടുത്താൽ ബാക്കി ഡി സ്ക്വയർ പ്ലസ് സി ബൈ എം ഡി പ്ലസ് കെ ബൈ എം ഇസ് ഈക്വൾ ടു 0. എക്സ് 0 ആവില്ല, എന്ത് മാത്രമേ 0 ആവാനുള്ള ചാൻസ് ഉള്ളൂ, ഈ ഒരു ടേം 0 ആവാൻ ചാൻസ് ഉള്ളൂ. സോ ആ ടേം ഇസ് ഈക്വൾ ടു 0 എന്ന് കൊടുക്കും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇക്വേഷൻ ഉണ്ടല്ലോ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ആ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താ, മൈനസ് ബി എന്ന് പറയുന്നത് ഇവിടെ എന്താ, സി ബൈ എം. എ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഡി സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ്, അത് 1. സി എന്ന് പറഞ്ഞാൽ അവിടെ സീൻ്റെ സ്ഥാനത്ത് ഇവിടെ കെ ബൈ എം ആണ്. അപ്പോൾ വാല്യൂസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് സി ബൈ എം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി ബൈ എം ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു കെ ബൈ എം ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. സോ നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് ഫൈനൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് സി ബൈ 2m പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി ബൈ എം
c/2m the whole square minus k/m എന്ന് കിട്ടും. ഇത് ഇതിൻ്റെ എന്താ പറയുക സിംപ്ലിഫൈ ചെയ്ത ഫോമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇനി ഡാംപിൻ്റെ കേസിൽ 3 കേസസാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഓവർ ഡാംഡ് സിസ്റ്റം, സെക്കൻഡ് വൺ അണ്ടർ ഡാംഡ് സിസ്റ്റം, തേർഡ് വൺ ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം. ഓവർ ഡാംഡ് സിസ്റ്റം ആകുമ്പോൾ c/2m the whole square is greater than k/m അല്ലെങ്കിൽ eta greater than 1 ആകുമ്പോൾ അത് ഓവർ ഡാംഡ് സിസ്റ്റം ആയിരിക്കും. ഇനി ലെസ് ദാൻ k/m ആണെന്നുണ്ടെങ്കിൽ അണ്ടർ ഡാംഡ് സിസ്റ്റം, അല്ലെങ്കിൽ ഈറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ അണ്ടർ ഡാംഡ് സിസ്റ്റം. ഇനി രണ്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം. സോ ഓരോ കേസിൻ്റെ ഡെറിവേഷൻ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. സോ ഫസ്റ്റ് വൺ ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം. ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, c/2m the whole square is equal to k/m. സോ അതൊന്നും കൂടെ എടുത്ത് എഴുതാം. ഇത് ക്രിട്ടിക്കലി ആയതുകൊണ്ട് അതിന് സിയുടെ പകരം cc എന്ന് കിട്ടും. cc/2m the whole square is equal to k/m. അപ്പം ഞാൻ റൂട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് ഇവിടുത്തെ സ്ക്വയർ ഒഴിവാക്കിയിട്ട് ഇവിടുത്തെ റൂട്ട് എടുക്കുക. സോ cc/2m is equal to root of k/m. ഇത് നമുക്ക് cc ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ cc കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി എല്ലാ ടേംസും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. സോ cc is equal to root of k/m into 2m. ഇനി ഈ എമ്മിനെ റൂട്ടിൻ്റെ ഉള്ളിൽ എടുക്കുമ്പോൾ എന്താവും, എമ്മിനെ റൂട്ടിൻ്റെ ഉള്ളിൽ എടുക്കുമ്പോൾ അത് m² ആവും. സോ റൂട്ട് ഇൻറ്റു കെ ഇൻറ്റു m² ഡിവൈഡ് ബൈ m. സോ ഈ എമ്മും ക്യാൻസൽ ചെയ്യുക, ഇൻറ്റു അവിടെ ബാക്കി 2 ഇല്ലേ, 2. സോ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും, 2 റൂട്ട് km എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി, cc എന്ത് കിട്ടി, cc is equal to 2 റൂട്ട് km എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് k/m ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ωn² എന്തായിരിക്കും, k/m അല്ലേ. സോ ഇതിൽ നിന്ന് കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. കെ എന്ന് പറയുന്നത് എന്തായിരിക്കും, k is equal to m into ωn². സോ നമുക്ക് കേക്ക് ഒരു വാല്യൂ കിട്ടിയില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ cc-ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ കെൻ്റെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്തായിരിക്കും വരിക, 2 റൂട്ട് ωn² m ഇൻറ്റു m. സോ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, cc is equal to 2 ωnm എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ഇക്വേഷൻ നോക്കാം ഒന്നും കൂടെ. ജനറൽ ഇക്വേഷൻ എന്താ, മൈനസ് c/2m പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് c/2m the whole square മൈനസ് k/m. ഇനി ക്രിട്ടിക്കലി ഡാംപിൻ്റെ കേസ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ രണ്ട് ടേമും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടേം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ ടേം മൊത്തം 0 ആയി പോലെ എന്ന് പറഞ്ഞാൽ എന്താ, c/2m the whole square is equal to c/2m the whole square ആണ്. c/2m the whole square is equal to k/m ആണ്. സോ k/mൻ്റെ പകരം c/2m the whole square ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മൊത്തം ടേം 0 ആവും. സോ നമുക്ക് എന്താവും, ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്രിട്ടിക്കലിൻ്റെ ഡാംപിൻ്റെ കേസിൽ d is equal to മൈനസ് c/2m ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ രണ്ട് ടേമും ഈക്വൽ ആണ് ക്രിട്ടിക്കലിൻ്റെ കേസിൽ. അപ്പോൾ ഈ ടേം മൊത്തം 0 ആവും, ഇത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, d is equal to മൈനസ് c/2m. ഇങ്ങനെ ഒന്ന് ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x of t is equal to e raised to c/2m into t into a plus bt. ഇനി ഈ c/2mനെ നമ്മൾ എന്ത് ചെയ്യുക, ഈറ്റനെ ടേം ആക്കുക. ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ c/cc ആണ്. അപ്പോൾ ഈ c/2mനെ ഈറ്റൻ്റെ ടേമിലേക്ക് ആക്കുക. സോ c/2m ഇസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു ωn. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കലി ഡാമിൻ്റെ കേസിൽ ഈറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ് അല്ലേ. സോ നമുക്ക് എന്തായാലും ഫൈനൽ ഇക്വേഷൻ വരിക, x of t ഇസ് ഈക്വൽ ടു e raised to മൈനസ് ωnt a plus bt. ഇവിടെ നമുക്ക് ഇതേന്നുള്ള ഇക്വേഷൻ കിട്ടിയെന്നല്ലേ, c/2m ഇൻറ്റു ടി ആണല്ലേ. അതിൽ c/2mൻ്റെ പകരം നമ്മൾ ഈറ്റ ωn ഇട്ട് കൊടുത്തു. അതിൽ ഈറ്റ ക്രിട്ടിക്കലിൻ്റെ കേസിൽ 1 ആയതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ എന്തായി, e raised to മൈനസ് ωnt a plus bt. സോ ക്രിട്ടിക്കലി ഡാമിൻ്റെ കേസിൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. പെട്ടെന്ന് എന്താണ്, ഇനീഷ്യലി പെട്ടെന്ന് ഇൻക്രീസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, പെട്ടെന്ന് ഗ്രാജുവലി ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരും. പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരിക. അതാണ് ക്രിട്ടിക്കലി ഡാംഡ് കേസിൽ പറയുന്നത്. അടുത്തത് സെക്കൻഡ് വൺ ആണ് ഓവർ ഡാംഡ് സിസ്റ്റം. ഓവർ ഡാംഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എന്താ, c/2m the whole square is greater than k/m or eta is greater than 1.
സോ ജനറൽ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതാം. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒമേഗ എൻ വെച്ചിട്ടും ഇൻറ്റും ചെയ്യുക, ഡിവൈഡും ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, -c/2m ഇൻറ്റു ഒമേഗ എൻ ഡിവൈഡ് ബൈ ഒമേഗ എൻ പ്ലസ് ഓർ മൈനസ്. നമ്മൾ മൊത്തം ഇക്വേഷന് ഒമേഗ എൻ ഡിവൈഡ് ബൈ ഒമേഗ എന്നാണ് ചെയ്യുന്നല്ലേ. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഈ ഒമേഗ എൻ വരുമ്പോൾ എന്താവും, സ്ക്വയർ ആകും. അപ്പോൾ ഒരു ഇങ്ങനെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഈ മൊത്തം ഇക്വേഷനിൽ ഒമേഗ എന്നെ മാത്രം പുറത്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഒമേഗ എന്നെ പുറത്തെടുത്താൽ ഈ ഇക്വേഷന് ബാക്കി എന്താ ഉണ്ടാവുക, -c/2m ഒമേഗ എൻ. താഴെയുള്ള ഒമേഗ എൻ ഒന്നും പുറത്തെടുത്തില്ലല്ലോ. അപ്പോൾ -c/2m ഒമേഗ എൻ പ്ലസ് ഓ മൈനസ്. അതേപോലെ ഈ റൂട്ടിൽ നിന്ന് ഒമേഗ എന്നെ പുറത്ത് എടുക്കുക. അപ്പോൾ പുറത്ത് കിടക്കും ഒമേഗ സ്ക്വയറിനെ പുറത്ത് കിടക്കും ഒമേഗ എൻ. ബാക്കി c/2m ഒമേഗ എൻ ഹോൾ സ്ക്വയർ -k/m ഒമേഗ എൻ സ്ക്വയർ എന്ന് വരും. അതേപോലെ ചെയ്താൽ ഇനി നമുക്കറിയാം ഇവിടെ ഒമേഗ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, √k/m ആണ് അല്ലേ. ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ. സോ ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു k/m ആണ് അല്ലേ. ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു k/m ആണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒമേഗ എൻ സ്ക്വയറിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, k/m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. k/m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, താഴെയാണ് ഒമേഗ എൻ സ്ക്വയർ എന്ന് വരുന്നത് അല്ലേ. അപ്പോൾ അത് k/m ആണ് ഒമേഗ എൻ സ്ക്വയർ. സോ മോളോട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, m/k. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ 1/ഒമേഗ എൻ സ്ക്വയർ ആണ് വരുന്നത് അല്ലേ ഇവിടെ. ആ ഒമേഗ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, k/m ആണ്. സോ അതിനെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതെന്താവും, m/k ആകും. സോ ഇവിടെ എന്ത് ചെയ്യുക, ബാക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ കെയും ക്യാൻസലായി, ഈ എമ്മും ക്യാൻസലായി. അപ്പം നമുക്കവിടെ 1 കിട്ടും. ഇനി 2m ഒമേഗ എൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 2m ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എന്താണ് 2m ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ, 2m ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, cc ആണല്ലേ. സോ ആ cc-ൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2m ഒമേഗ എന്നിൻ്റെ പകരം cc ഇട്ട് കൊടുക്കുക. ഇവിടെയും 2m ഒമേഗ എൻ ഉണ്ട്, cc സ്ക്വയർ അല്ല, അപ്പോൾ സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഇത് അപ്പോൾ c/cc എന്ന് പറഞ്ഞാൽ എന്താണ്, ഈറ്റയാണ്. അപ്പോൾ അത് ഈറ്റ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. സോ ഒമേഗ എൻ ഇൻറ്റു -η പ്ലസ് ഓ മൈനസ് √η² -1. സോ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരുന്നത് ae⁻d1t പ്ലസ് be⁻d2t. d1ന് d2ൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, ഗ്രാജുവലി ഡിക്രീസിങ് അല്ലേ. പെട്ടെന്ന് കൂടിയിട്ട് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്നില്ല. ഇവിടെ ഒരു ഗ്രാജുവലി ആണ് അതെന്ത് ചെയ്യുന്നത്, ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്നത്. സോ അതാണ് ഓവർ ഡാംഡ് സിസ്റ്റത്തിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.